അപ്പോൾ ആ നിലക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞത് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, രാജ്യത്തുള്ള എല്ലാ മനുഷ്യരുടെ പൊതു നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇവിടെ തീവ്രത, ഭീകരവാദം എന്നൊക്കെ പറയുന്ന മോശമായ സ്വഭാവങ്ങൾ, അങ്ങനത്തെ സ്വഭാവങ്ങൾ ആരിൽ നിന്നുണ്ടായാലും അത് ശരിയല്ല എന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഈ 100 വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ പല സംഘടനകളുണ്ട്, പല മതത്തിൻ്റെ സംഘടനകളുണ്ട്. പക്ഷെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഇതൊരു തീവ്രത സംഘടനയാണെന്നോ, അല്ലെങ്കിൽ ഒരു ഭീകരവാദികളുടെ സംഘടനയാണെന്നോ, അല്ലെങ്കിൽ ഇവിടെ മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നുള്ള ഒരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല. കാരണം മതരാഷ്ട്രവാദം സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കില്ല, ഇവിടെ തീവ്രവാദം സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കില്ല, അതുപോലെ വർഗീയവാദം സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കില്ല. അപ്പൊ എല്ലാ മനുഷ്യരോടും അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടിട്ട് സത്യത്തിനെ മാത്രം മുറുകെ പിടിച്ച് ഏറ്റവും ഉയർന്നതായ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലുള്ളത്. അതിന് നൽകുന്നത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവ ഗുണങ്ങൾ. നബിന്റെ സ്വഭാവത്തിനെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞല്ലോ, നബിന്റെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനിൽ ഒരു മുഅ്മിനിക്കുണ്ടാവേണ്ട സ്വഭാവം എങ്ങനെയെന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കി മനസ്സിലാക്കിയാൽ മതി നബിന്റെ സ്വഭാവം. നബി വീട്ടിൽ ചെന്നാൽ വീട്ടുകാർക്ക് ജോലി ചെയ്ത് കൊടുക്കുന്ന, വീട്ടുകാരൊപ്പം കൂടിയിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ അവർക്ക് തുണി അലക്കി കൊടുക്കുക, അവരെ പാത്രം കഴുകി കൊടുക്കുക, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് സഹായിച്ചു കൊടുക്കുക. എത്രമാത്രം ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എത്രമാത്രം പരമോന്നതനാണ്. അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ നിലക്കുള്ള എല്ലാ വിശുദ്ധിയുള്ള വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് അവൻ്റെ ഭാര്യനോട് ഇടപെടേണ്ടത്, അവൻ്റെ മക്കളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, അവൻ്റെ വാപ്പാനോട് എങ്ങനെയാണ് അവൻ സമീപിക്കേണ്ടത്, വാപ്പൻ്റെ ഉമ്മാനോട് എങ്ങനെയാണ്, വാപ്പൻ്റെ വാപ്പമാരോട് ഉമ്മൻ്റെ ഉമ്മമാരോട് എങ്ങനെയാണ്, അവൻ്റെ സുഹൃത്തുക്കളോട് എങ്ങനെയാണ്, അവൻ്റെ സഹോദരന്മാരോട് എങ്ങനെയാണ്, അവൻ്റെ നാട്ടുകാരോട് എങ്ങനെയാണ്, അവൻ്റെ ഉസ്താദിനോട് എങ്ങനെയാണ്, അവൻ്റെ മറ്റുള്ള അധ്യാപകന്മാരോട് അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹികമായി, അവൻ്റെ വ്യക്തിപരമായി അവനോട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളിലും വളരെ വ്യക്തമായ നിലക്കുള്ള വെളിച്ചം വീശിയതായ ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം എന്നുള്ളത്. നമ്മളെ ശുദ്ധിനെ പറ്റി നമുക്ക് അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടോ, ഇത്രമാത്രം ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്. ഒരു സ്ഥലത്ത് എന്തെങ്കിലും നിലക്കുള്ള അശുദ്ധി ഉണ്ടായി തീർന്നാൽ അതിനെ എങ്ങനെ ശുദ്ധിയാക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ടിട്ട് നമ്മൾ മനുഷ്യരെങ്ങനെയാണ് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മളെ പണ്ഡിതന്മാരോട് പ്രത്യേകം പറയാനുള്ളത്, അത് ആരാണെങ്കിലും മറ്റൊരുത്തരെ വേദനിപ്പിക്കുന്ന പരിഹസിക്കുന്നതായ വാക്കുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ മുദരിസന്മാരാണെങ്കിലും മറ്റുള്ള ആലിമീങ്ങളാണെങ്കിലും മുഫത്തിഷന്മാരാണെങ്കിലും അലിമീങ്ങളാണെങ്കിലും ഒക്കെ നമ്മളെ നാവിൽ നിന്നുണ്ടാവും ഇപ്പോൾ വാക്കുകൾ അത് മറ്റൊരുത്തരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുകയോ ചെയ്യുന്ന വാക്ക് നമ്മൾ ഉണ്ടാകുമ്പോൾ ഇതല്ലേ ഇസ്ലാമിൻ്റെ തീയതി. ഈ തീയതിയാണ് അഹ്ലുസുന്നത്തിൽ ജമാഅത്തിന്റെ തീയതി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്.